വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം കാറ്ററ്റ് എക്സാമിൻ്റെ എന്താണ് നാളെയാണ് കാറ്ററ്റിൻ്റെ ഹിന്ദി എക്സാംസ്, മെയിൻലി കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയുടെയും എക്സാം നാളെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നോക്കുന്നുണ്ട്. ഇന്നത്തെ ഏകദേശം ഒരു മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിലും നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കാറ്ററ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇപ്പം നമ്മൾ ചെയ്യുന്നപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാറ്ററ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കുറച്ച് ടോപ്പിക്കുകളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രിപ്പയർ ചെയ്യുന്നവർ നോക്കുക. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റസിയ രേഹാചിത്ര കിസ്കാ ഹെ എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. റസിയ എന്ന് പറയുന്ന രേഹാചിത്ര എഴുതിയത് ആരാണ്? കൃഷ്ണ സോപ്തിക, രാംവൃഷ് വേണിപുരിക, അമർകാന്ത് ക, അമൃതലാൽ നാഗർക. ഇങ്ങനെ ഒരു 4 ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമകൃഷ്ണ ബേണിപുരിയാണ്. ഓക്കെ, ആൻസറും ഉണ്ട്. നമ്മൾ PDF ആയിട്ട് ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. രാംവൃഷ് വേണിപുരിയാണ് ഇതിൻ്റെ ആൻസർ. ഇസ്മേം ഏക് അസാധാരണ സ്ത്രീക്ക് ജീവൻ ഓർ ഉസ്കെ സംഘർഷം. അതായത് ഒരു സ്ത്രീയുടെ ജീവിതവും പിന്നെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു നോവലിനകത്ത് കാണാനായിട്ട്, രേഖാചിത്രത്തിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. റസിയ, ഇവിടെ ഒരു ഡോട്ട് കൂടി വരും കേട്ടോ, റസിയ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കോൺസാ വാക്യ സംഭാവ്യ ഭവിഷ്യത് കാൽ മേ ഹെ. അപ്പം അതറിയണമെങ്കിൽ ഭവിഷ്യത് കാലം സംഭാവ്യ ഭവിഷ്യത് കാലം എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്, പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഷായദ് വോ ആ രഹാ ഹോ, സംഭവ് ഹെ വോ ദേർ സെ പहुंचा ഹോ, വോ ആരാം കരെ ഹം ജൽദി ചലെ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തേത് നോക്കുവാണെങ്കിൽ ഷായദ് വോ ആ രഹാ ഹോ, ഷായദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ വരികയായിരിക്കാം എന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഒരുപക്ഷെ എന്നുള്ളത്, അപ്പോൾ അല്ലെങ്കിൽ ഷായദ് എന്ന് പറയുന്നത് എന്താണ്, ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം, പക്ഷെ അതിന് ഉറപ്പൊന്നുമില്ല, അതിൻ്റെ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നുകൂടി പറയാം. ഓക്കെ, ഷായദ് വോ ആ രഹാ ഹോ, അതായത് ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യം, പക്ഷെ അതിന് നമുക്കൊരു പ്രോബബിലിറ്റി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നൊരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ചാൻസസ് മാത്രമേ ഉള്ളൂ, ചെറിയ പ്രോബബിലിറ്റി മാത്രമേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു സാധ്യത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനെയാണ് നമ്മൾ സംഭാവ്യ ഭവിഷ്യത് കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം ഒരുപക്ഷെ നടന്നേക്കാം, ഒരുപക്ഷെ നടന്നുകൂടായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ സംഭാവ്യ ഭവിഷ്യത് കാലിൽ വരുന്നത്. ഒരു സാധ്യത മാത്രം. ഷായദ് വോ ആ രഹാ ഹോ, ഒരുപക്ഷെ അവൻ വരികയായിരിക്കാം. ഓക്കെ, ബാക്കി ഓപ്ഷൻ സംഭവ് ഹെ വോ ദേർ സെ പहुंचा ഹോ, വോ ആരാം കരെ ഹം ജൽദി ചലെ. ഓക്കെ, നമ്മൾ ഫസ്റ്റിലത്തേത് തന്നെയാണ് ആൻസർ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ സഹി രൂപ കോൺസാ ഹെ. ദവാ പ്ലസ് മേം എന്നുള്ളതാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ദവേ മേം, ദവോ മേം, ദവാ മേം, ദവാവോ മേം. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ദവാ എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ മേം ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ സ്ത്രീലിംഗ ശബ്ദമാണ് ദവ എന്ന് പറയുന്നത്, കൂടാതെ ഒരു ഏകവചൻ കൂടിയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ നമ്മൾ മേം ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചേഞ്ചസ് ഒന്നും തന്നെ വരത്തില്ല. അതുകൊണ്ട് തന്നെ ദവ പ്ലസ് മേം ഈക്വൽ ടു ദവാ മേം എന്നതായിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹഡിബോലിക പ്രഥം മഹാകാവ്യ കോൺസാ ഹെ. ഹഡിബോലിയിൽ വരുന്ന ആദ്യത്തെ മഹാകാവ്യം ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. രാംചരിതമാനസ്, കാമായനി, ലോകായതൻ, പ്രിയപ്രവാസ്. നമുക്കറിയാം ഇതിൻ്റെ ആൻസർ ഏതാണ്? പ്രിയപ്രവാസാണ്. പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എഴുതിയത് അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദാണിത് എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ആൻസർ ഉണ്ട്. മൈദിൽ കോകിൽ കിസെ കഹാ ജാത്താ ഹെ. മൈദിൽ കോകിൽ എന്ന് പറയുന്നത് ആരെയാണ്? ചന്ദബർദായി, തുളസീദാസ്, മീരാബായി, വിദ്യാപതി. ചന്ദബർദായി, തുളസീദാസ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ അവരെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന വിദ്യാപതിയാണ്. മൈദിൽ കോകിൽ വിദ്യാപതി മൈഥിലി ഭാഷയുടെ പ്രസിദ്ധനായിട്ടുള്ളൊരു കവിയാണ്. അതുപോലെ തന്നെ ഒരു കുയിലിനെ പോലെ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ വരികൾ എന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. ഇതിൽ വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഒന്നാമത്തെ റസിയ എന്ന് പറയുന്ന രാംവൃഷ് വേണിപുരിയുടെ രേഖാചിത്രനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്ത സംഭാവ്യ ഭവിഷ്യത് കാല, ഫ്യൂച്ചർ ടെൻസിലെ ഒരു സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിപ്പം പ്രസൻറ്റോ പാസ്റ്റോ ഏത് വേണമെങ്കിലും ഒക്കെ
പര. ഇനി അടുത്തത് എന്ന് പറയുന്നത് സഹി രൂപ്. ഈ രീതിയിലുള്ള പ്ലസ് വരുന്നത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അടിബോലിയിലെ ആദ്യത്തെ മഹാകവി, പ്രിയപ്രവാസിയിൽ നിന്ന് മിക്കവാറും അത് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് കാണാറുള്ളതാണ്. മൈദിൽ കോഗിൽ അല്ലെങ്കിൽ വിദ്യാപതിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത PYQs. ഓക്കെ, അപ്പം നാളെ എക്സാമാണ് കേട്ടത് ഹിന്ദിയുടെ. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.